ഞാൻ യാദൃച്ഛികമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പൊ വന്നിട്ട് 10-30 വർഷം കഴിഞ്ഞു. അപ്പൊ ഞാൻ വരുമ്പോഴുള്ള സിനിമ എന്ന് വെച്ചാൽ അത് ഒരു അനലോഗ് ടൈം എന്ന് വിളിക്കാം നമുക്ക്. ഒറ്റ സ്പീക്കറും മോണോ സൗണ്ടും ഫിലിം റോള്. അത് ഫിലിം റോൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഫിലിം റോള് സെല്ലുലോയിഡ് റോൾസാണ്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ കൂടിയാണ് ഞാൻ വന്നത്. പിന്നെ അത് കഴിഞ്ഞ കാലങ്ങൾ പോകും തോറും ഈ സൗണ്ടിൽ വ്യത്യാസം വന്നു. ആദ്യം വരണ റെവല്യൂഷൻ എന്ന് പറയുന്ന സൗണ്ടിലാണ്. അത് അനലോഗ് ഡോൾബി സൗണ്ടുകളായി പല പല ചാനലുകളിലായിട്ട് മാറി. പിന്നെ ഫിലിമുകളുടെ ഫോർമാറ്റിംഗിൽ വ്യത്യാസമുണ്ടായി. സെല്ലുലോയിഡ് മാറി പോളിസ്റ്റർ ഫിലിമായി. പിന്നെ അതിൽ നിന്നും വ്യത്യാസം വന്ന് ഡിജിറ്റൽ സിനിമകളിലേക്ക് പരിണമിച്ചു. അപ്പൊ ഈ വ്യത്യാസം ഇങ്ങനെ അനുസൃതം പോയിക്കൊണ്ടിരിക്കണം. സെല്ലുലോയിഡിന്റെ കാലമാണോ സിനിമയുടെ സുവർണകാലം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്? കാലത്തിനനുസരിച്ച് ആൾക്കാരുടെ അഭിരുചിക്കനുസരിച്ച്. അതിപ്പോ ആ കാലമായിരുന്നതല്ലെന്ന് ചോദിച്ചാല് അതിന് അതിന്റേതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇപ്പൊ ഡിജിറ്റൽ സിനിമ വരുമ്പോ അതിന് അതിന്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. പണ്ട് ഫിലിമിൽ കിട്ടിയിരുന്ന 2000-ന് മുകളിലുള്ള അത്രയും പിക്സൽസ് ഉള്ള ക്വാളിറ്റി സിനിമയിൽ കിട്ടണം. എന്നാലേ ഡിജിറ്റൽ സിനിമയ്ക്ക് അതിന്റേതായ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അപ്പൊ അനലോഗ് ഉണ്ടായിരുന്ന സമയത്ത് അതിന്റേതായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇതിന്റേതായ വ്യത്യാസങ്ങൾ. ബേസിക്കലി ഐ ആം ആൻ അനലോഗ് പേഴ്സൺ. നമ്മൾ പഠിച്ചത് അവിടെ നിന്നല്ല. അനലോഗ് 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 അല്ലെങ്കിൽ സെല്ലുലോയിഡിന്റെ ഒരു എക്സ്പീരിയൻസ് അത് വേറെയാണ്. സിനിമയുടെ റൊമാൻസ് എന്ന് പറയാം. നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും കയ്യിൽ തൊട്ട്. അത് എഡിറ്റിംഗ് എല്ലാ പ്രോസസ്സിലും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോ ഡിജിറ്റൽ ആകുമ്പോൾ അതൊരു വെർച്വൽ ആണ്, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസിന്റെ ഡിഫറൻസ് അതെങ്ങനെ കാണും? അടുത്ത കാലത്ത് ഞാൻ വായിച്ചൊരു പുസ്തകത്തില് പോൾസറോട് ആ പുള്ളിയുടെ ഇതിലൊരു കാര്യം പറയുന്നുണ്ട്. അതായത് പുള്ളി ടൈപ്പ് റൈറ്ററിൽ എഴുതി തുടങ്ങിയ ആളാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളി കമ്പ്യൂട്ടറിലേക്ക് മാറി എഴുതി തുടങ്ങി കഴിഞ്ഞപ്പോ പുള്ളിയെ പറയണെന്ന് വെച്ചാൽ ഞാനൊരു ഡിലീറ്റ് എന്നുള്ളൊരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാല് ഞാൻ എഴുതിയ എന്റെ ഭാവന മുഴുവൻ നഷ്ടപ്പെടും. പക്ഷെ പണ്ടുകാലത്ത് ഞാൻ എഴുതി തീർത്ത പേപ്പറുകൾ മുഴുവൻ കീറി കത്തിച്ച് കളയുമ്പോൾ മാത്രമേ എനിക്ക് എന്റെ നഷ്ടപ്പെടുന്നുള്ളൂ. അതുപോലെ തന്നെ അനലോഗ് സമയത്തെന്ന് വെച്ചാൽ എല്ലാം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ നമ്മൾ ഈ വിർച്വൽ ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഞാൻ അതിൽ അക്സെപ്റ്റ് ചെയ്യണം, അതിൽ അംഗീകരിക്കണം. സാർ ഇങ്ങനെ സ്വയം അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് സാർ ഇപ്പോഴും ഈ ഫീൽഡില് സ്ട്രൈവ് ചെയ്യുന്നത്? കാലകാലങ്ങളിലുണ്ടായ മാറ്റങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. 30 കൊല്ലം നിൽക്കണോണ്ട് ഓരോ കാലത്തിലെ ഫിലിമിലുണ്ടായ വ്യത്യാസം, പ്രൊജക്ടറിലുണ്ടായ വ്യത്യാസം, ലൈറ്റിലുണ്ടായ വ്യത്യാസം, സൗണ്ടിലുണ്ടായ വ്യത്യാസം, അവസാനം ഇപ്പൊ വന്നു നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ ഡിജിറ്റലൈസേഷൻ. സോ ഐ എം എ പാർട്ട് ഓഫ് ദി സിനിമ. അപ്പൊ അതങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വന്നു. സാധാരണ ഒരു തിയേറ്റർ മാനേജറിന് ഈ ടെക്നിക്കാലിറ്റീസും അത് ഈ ഇത്രയും അപ്ഡേറ്റ് ആയി നിൽക്കേണ്ട ആവശ്യമില്ല ഒരു ഓഫീസ് ജോബ് ചെയ്യുകയാണെങ്കിൽ. പക്ഷെ സാർ അതിനുള്ള പഠനങ്ങൾ ചെയ്ത് അപ്ഡേറ്റ് ആയി. അപ്പോ സാർ അതാണോ സാറിനെ മറ്റ് തിയേറ്റർ മാനേജേഴ്സിൽ നിന്നും വ്യത്യാസപ്പെടുത്തുന്നത്? അങ്ങനെയല്ല. കുറെ കഴിഞ്ഞപ്പോ ഞാനിത് കുറച്ച് പഠിച്ചപ്പോ അതിന്റെ എനിക്ക് അങ്ങനെ ഇൻവോൾവ് ആവാൻ പറ്റുന്ന നോക്കി. അപ്പൊ ചില പ്രൊജക്ടുകളിലൊക്കെ ഇൻവോൾവ് ആയി. ഈ സിനിമ തിയേറ്റർ ഉണ്ടാക്കുന്നതിനുപരി അതിന്റെ ലൈസൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ ടിക്കറ്റിംഗ് എങ്ങനെയാണ്, അതിന്റെ ഓൺലൈൻ ടിക്കറ്റിംഗ് എങ്ങനെയുള്ള കുറെ പിന്നാമ്പുറ കാഴ്ചകളില്ല. അപ്പൊ അതിലേക്കൊക്കെ കൂടുതൽ വരാൻ തുടങ്ങിയപ്പോ എനിക്ക് ഞാനൊരു പ്രൊഫഷണലാണെന്ന് വെച്ച ആൾക്കാരോട് സംശയങ്ങൾ ചോദിക്കാൻ ചില പ്രൊജക്ട് ഞാൻ ഇൻവോൾവ് ആയി. ഈ മൾട്ടിപ്ലക്സിന്റെ വരവോടെ സിനിമ കാണൽ എന്ന് പറയുന്നത് ഒരു ലക്ഷറിയായി മാറിയിട്ടുണ്ട്. സോ സിനിമ ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ മാത്രം കലയായി മാറി വരികയാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു സിനിമ കാണാൻ പോകുന്ന ആൾക്ക് അത് ആസ്വദിച്ച് കാണണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അതിന് 5 രൂപ കൂടിയാലും വായിച്ച് തർക്കമൊന്നുമില്ല. അത് നിങ്ങൾ ഈ പുതിയതായിട്ട് തുടങ്ങിയ PVR പോയാൽ കാണാൻ പറ്റും. പക്ഷെ ചില സമയങ്ങളിൽ അവർ കയറ്റിവെച്ചിരിക്കുന്ന അഡ്മിഷൻ ഫീ എന്ന് പറഞ്ഞാൽ അത് വളരെ കൂടുതലായിരിക്കാം. അങ്ങനെയുള്ള സമയങ്ങളിൽ എല്ലാവർക്കും പോകാൻ പറ്റില്ല. സിനിമ കാണൽ എന്ന് പറയുന്നത് ഒരു തയ്യാറെടുപ്പാണ്. തിയേറ്ററിൽ വന്ന് സിനിമ കാണുക എന്ന് പറയുന്നത് തിയേറ്ററിലേക്ക് വരാനുള്ള ഒരു തീരുമാനം, അതിനുശേഷം ഇങ്ങോട്ടുള്ള യാത്ര, അതിനുശേഷം ടിക്കറ്റ് എടുക്കാനുള്ള വലിയ ക്യൂ, അതിനുശേഷം ഹാളിൽ ഇരുന്ന് സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ ആപ്പ് വിളിയും കയ്യടിയുമായി സിനിമ കാണുന്നത് ഒരു അനുഭവം തന്നെയാണ്. പക്ഷേ ഇന്റർനെറ്റിന്റെ വരവോടെ ഒരൊറ്റ ക്ലിക്കിൽ സിനിമ അവരുടെ കൈക്കുമ്പിൽ എത്തുന്ന ഒരു അവസ്ഥയാണ്. അപ്പോ ഈ അവസ്ഥ തിയേറ്റർ ലൈഫിനെ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത്? അടുത്ത് സ്റ്റീവൻ സോഡൻബർഗിന്റെ ഒരു ലോങ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ഫ്ലൈറ്റിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു പയ്യൻ ഐപോഡിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ ഐപാഡിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നല്ല സിനിമയാണ്. പക്ഷെ അയാളത് മുഴുവൻ ഇങ്ങനെ ഡിലീറ്റ് ചെയ്തല്ല ഫോർവേഡ് ചെയ്തിട്ട് ആക്ഷൻ മാത്രമേ കണ്ടോണ്ടിരിക്കുന്നുള്ളൂ.
അപ്പൊ അയാള് സിനിമയോടുള്ള ഒരു പാഷൻ അയാൾക്ക് നഷ്ടപ്പെടണമെന്ന്. സിനിമ എന്ന് പറഞ്ഞാൽ ഇൻവോൾവ് ചെയ്തത് കണ്ട് ആ ആർട്ടിക്കിൾ വായിച്ചാൽ അവൻ മനസ്സിലാവും എങ്ങനെയാണ് ഒരു സിനിമാ പ്രേമി അല്ലാണ്ടാവണേന്ന്. ഈ പുതിയ ന്യൂ ഗാഡ്ജറ്റ്സ് വെച്ച സിനിമയാണ്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ലിറ്ററസിയുടെ കാര്യത്തിൽ കേരളം മുന്നിൽ തന്നെയാണ്. പക്ഷെ വിഷ്വൽ ലിറ്ററസി അത് എത്രമാത്രം നമ്മുടെ ജനങ്ങൾക്ക് അതിനെപ്പറ്റി ബോധ്യമുണ്ട്? അത് ചോദിച്ചാൽ ഇപ്പൊ തട്ടത്തിൻ മറയത്ത് സൂപ്പർ ഹിറ്റ് പടമാണ്. അന്നയും റസൂലും സൂപ്പർ ഹിറ്റ് പടമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടത് അന്നയും റസൂലാണ്. അപ്പൊ അതിന് വേറൊരു മറുപടി പറയണ്ടായിരുന്നില്ല. വ്യത്യസ്തമായ ഓഡിയൻസിനെ സാറിന് കാണാൻ സാധിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ ഭാര്യയും മക്കളുടെയും പ്രഷർ കാരണം വന്ന് തിയേറ്ററിൽ വന്ന് AC-യിൽ നിന്ന് ഉറങ്ങുന്ന ഒരു ഹസ്ബൻഡിനെ അങ്ങനെ പല ആളുകളെ കാണാൻ പറ്റും. അങ്ങനെയുള്ള ഒരു രസകരമായ അനുഭവം ഈ തിയേറ്റർ ലൈഫിൽ സാറിനുണ്ടായി? ഏറ്റവും വലിയ രസകരമായ അനുഭവം എന്ന് വെച്ചാല് ടൈറ്റാനിക് സിനിമ കളിക്കുമ്പോ നിങ്ങളെ പോലുള്ളൊരു കുട്ടിയുടെ ആ കുട്ടി ആ പടം ഒരു 12 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. 12 പ്രാവശ്യം കഴിയുമ്പോഴും ഇടയ്ക്ക് പോയി നോക്കുമ്പോൾ അതിരുന്ന് കരയണമായിരിക്കും. അപ്പൊ അത് അത്രയ്ക്ക് ഇൻവോൾവ് ആയി പോയി ടൈറ്റാനിക് എന്ന് പറഞ്ഞ സിനിമ. 3 മണിക്കൂറും കുത്തിയിരുന്ന് കരയാൻ വേണ്ടി വന്നങ്ങളാണ്. അങ്ങനെ പല പല രസകരമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിപ്പോ ഏതൊക്കെ ഓർത്തെടുക്കാന്ന് അറിയാൻ പറ്റില്ല. ഇതെപ്പോഴും എന്റെ മനസ്സിലേക്കണം. ഈ പെൺകുട്ടി വന്ന് എല്ലാ ഷോയിലും കയറല്. സിനിമയുടെ ഒരു ഫ്യൂച്ചർ, ആ ഒരു എക്സ്പീരിയൻസ് അതെങ്ങനെയായിരിക്കും? എന്തൊക്കെ റെവല്യൂഷൻസ് ആയിരിക്കും ഇനി നമ്മള് സിനിമ ഫീൽഡ് നേരിടാൻ പോകുന്നത്? അത് ഹോം ബോക്സ് ഓഫീസായിട്ട് മാറും. ഞാനൊക്കെ പ്രായമാകുമ്പോഴേക്കും സിനിമ എന്ന് പറഞ്ഞാൽ ഹോം ബോക്സ് ഓഫീസായിട്ട് മാറും. LED ടിവികളുടെ ഫ്ലാറ്റ് ടിവികളുടെ വില കുറയും. അത് എത്ര വേണമെങ്കിലും വികസിപ്പിച്ചെടുക്കാൻ പറ്റും. ഏത് വീട്ടിലും വലിയ രീതിയിൽ അത് വയ്ക്കാൻ പറ്റും. അതനുസരിച്ച് ഒരു പടം ലോകത്ത് എവിടെയെങ്കിലും റിലീസ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ അതിന്റെ പൈസ കൊടുത്തു കഴിഞ്ഞാല് ആ നിമിഷം നമുക്ക് ആ പടം കാണാൻ പറ്റും. അപ്പൊ അതൊരു ഹോം ബോക്സ് ഓഫീസിലേക്ക് ഒതുങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് എന്റെ വിശ്വാസം. വർഷങ്ങൾക്ക് ശേഷം എല്ലാ ക്വാളിറ്റിയോടും അനലോഗ് പേഴ്സൺ. അങ്ങനെ പല പല രസകരമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അനലോഗ്